വാതിൽ തുറന്നപ്പോൾ നിൽക്കുന്നു. തലയിൽ ചുവന്ന തൂവലൊക്കെ വെച്ച് വേറൊരുത്തൻ. ദ ബോസ്, ബ്ലഡ് റെഡ് കമാൻഡർ ഇഗ്രീസ്. ഹലോ മച്ചാന്മാരെ, മാങ്ക മുട്ടായിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ജിൻവു തന്റെ ആ പഴയ റെഡ് ട്രക്കിൽ പുതിയ ജോബ് ചേഞ്ച് ക്വസ്റ്റിന് പോയത് നമ്മൾ കണ്ടില്ലേ? എന്ത് ജോലിയായിരിക്കും അവന് കിട്ടാൻ പോകുന്നത് എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ നിങ്ങൾ? എങ്കിൽ പിടിച്ചോ. സോളോ ലെവലിംഗിന്റെ 1ാം സീസണിലെ ഏറ്റവും വെടിക്കെട്ട് എപ്പിസോഡുകളാണ് 11ഉം 12ഉം. ഒട്ടും വെറുപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് വിടാം. അതിനു മുൻപ് ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. എപ്പിസോഡ് 11, എ നൈറ്റ് ഹു ഡിഫെൻഡ്സ് ആൻ എംപ്റ്റി ത്രോൺ. ജിൻവു നേരെ പോകുന്നത് ജോബ് ചേഞ്ച് ക്വസ്റ്റിന്റെ ഡൺജിയനിലേക്കാണ്. പണ്ടത്തെ കാർട്ടനോൺ ടെമ്പിളിലെ പ്രതിമകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വമ്പൻ കോട്ട്. അകത്ത് കയറിയതും വരുന്നുണ്ട് കുറെ ഇരുമ്പ് ചട്ടയിട്ട നൈറ്റ്സ്. ഇവന്മാരെ ഒന്ന് വെട്ടാൻ നിന്നാൽ കത്തിയുടെ മുനയൊടിയും. കൂടെ ദൂരെ മാറി നിന്ന് അമ്പെയ്യാനും മാജിക് അടിക്കാനും വേറെ കുറെ എണ്ണം. ഒളിച്ചു നിന്ന് അടിക്കാമെന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല. പക്ഷെ ജിൻവു വിടുമോ? അവന്മാരുടെയൊക്കെ കവചത്തിന്റെ വിടവിലൂടെ കുത്തിക്കയറ്റി വന്നതിനെയൊക്കെ അവൻ പപ്പടം പോലെ പൊടിച്ചു. അങ്ങനെ ഇവന്മാരെയൊക്കെ വെട്ടിനിരത്തി ജിൻവു ആ മെയിൻ വാതിലിന് മുന്നിലെത്തി. വാതിൽ തുറന്നപ്പോൾ നിൽക്കുന്നു തലയിൽ ചുവന്ന തൂവലൊക്കെ വെച്ച് വേറൊരുത്തൻ. ദ ബോസ്, ബ്ലഡ് റെഡ് കമാൻഡർ ഇഗ്രീസ്. അലിയൻ ഒരു ഒന്നൊന്നര ഐറ്റമാണ് ഗൈസ്. ഇഗ്രീസിനെ കണ്ടതും ജിൻവു കത്തിയും പിടിച്ച് ഒറ്റച്ചാട്ടം. പക്ഷേ ഇഗ്രീസ് അത് സിമ്പിളായിട്ട് തടുത്തു. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞടിയായിരുന്നു. ഇഗ്രീസിന്റെ വാളുകൊണ്ടുള്ള വീശലിൽ ജിൻവു ആ കോട്ടയുടെ ചുമരിലൂടെ വരെ പറന്നു. ഒരു ഘട്ടത്തിൽ ജിൻവുവിന്റെ കയ്യിലെ കത്തി വരെ തെറിച്ചുപോയി. അപ്പോഴാണ് ഇഗ്രീസ് തന്റെ മാസ് കാണിക്കുന്നത്. ആയുധമില്ലാത്തവനോട് താനും ആയുധമില്ലാതെ ഫൈറ്റ് ചെയ്യും എന്ന് കാണിച്ച് അവൻ വാളും കവചവും താഴെയിട്ടു. വാടാ, നേർക്കു നേർ നിന്ന് അടിക്കാമെന്ന്. പിന്നീട് നടന്നത് ഒരു ഒന്നൊന്നര ഗുസ്തിയായിരുന്നു. ഇടികിട്ടി ജിൻവുവിന്റെ കിളി മൊത്തം പാറി. ജീവൻ പോകും എന്ന അവസ്ഥ വന്നപ്പോൾ ജിൻവു എങ്ങനെയോ അവനെ പിടിച്ചു തിരിച്ചു. കയ്യിൽ കിട്ടിയ ഡാഗർ വെച്ച് ഇഗ്രീസിന്റെ കണ്ണിൽ ഒറ്റക്കുത്ത്. ആ ഒരൊറ്റ ഗ്യാപ്പിൽ അവനെ തീർത്തു. അങ്ങനെ ആ ഫൈറ്റ് ജിൻവു ജയിച്ചു. അപ്പാ കഴിഞ്ഞു എന്ന് കരുതി വലിയൊരു ശ്വാസം വിട്ടു നിൽക്കുകയാണ് നമ്മുടെ ഹീറോ. എപ്പിസോഡ് 12, എറൈസ്. എപ്പിസോഡ് 12 തുടങ്ങുന്നത് വാതിലുകൾ തുറന്ന് കുറെ ഇരുമ്പ് നൈറ്റ്സ് കൂട്ടത്തോടെ വരുന്നിടത്താണ്. ഇനിയും വരാനുണ്ടോ എന്ന് ചോദിച്ച് ജിൻവു വീണ്ടും യുദ്ധം തുടങ്ങി. പക്ഷെ ജിൻവുവിന്റെ കയ്യിൽ ഒരു തുള്ളി പോഷൻ പോലുമില്ല, മാനയുമില്ല, എനർജിയുമില്ല. അവന്മാരുടെ അടി കിട്ടി ജിൻവു തീരാറായ അവസ്ഥ. രക്ഷപ്പെടാനുള്ള ആ ടെലിപ്പോർട്ട് സ്റ്റോൺ പോക്കറ്റിൽ തപ്പിയപ്പോൾ അതും എവിടെയോ വീണുപോയി. ഇനി അങ്ങോട്ട് ശരിയാവില്ല. എന്റെ കാര്യം ഗോവിന്ദ എന്നെന്ന് പറഞ്ഞ് വീഴാൻ പോകുമ്പോഴാണ് ഗായ്സ് ആ ട്വിസ്റ്റ്. സിസ്റ്റത്തിന്റെ വക ഒരു അലാറം. ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളെ പെനാൽറ്റി സോണിലേക്ക് മാറ്റുന്നു. പണ്ട് ഈ പെനാൽറ്റി കണ്ട് പേടിച്ചോടിയവൻ ഇന്ന് ആ പെനാൽറ്റി കാരണം ജീവൻ തിരികെ കിട്ടി. ശരിക്കും പെനാൽറ്റി കിട്ടി രക്ഷപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു ഹീറോ ഇവനായിരിക്കും. പെനാൽറ്റി സോണായ ആ മരുഭൂമിയിൽ പോയി അവിടെയുള്ള പാമ്പുകളെയും പഴുതാരകളെയും തല്ലിക്കൊന്ന് ജിൻവു തൻ്റെ ലെവലും എനർജിയും ഫുള്ളാക്കി തിരിച്ചു വന്ന ജിൻവു ഒരു മരണമാസായിരുന്നു. ബാക്കിയുണ്ടായിരുന്ന നൈറ്റ്സിനെ മുഴുവൻ അടിച്ചടിച്ചു പഞ്ഞിക്കിട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ പോയിന്റ്സ് ഒക്കെ കൂട്ടിവെച്ച് സിസ്റ്റം റിസൾട്ട് പ്രഖ്യാപിച്ചു. ജിൻവു വിചാരിച്ചത് തനിക്ക് വല്ല അസാസിൻ പോലത്തെ ജോബ് കിട്ടുമെന്നാണ്. പക്ഷെ കിട്ടിയത് നെക്രോമാൻസർ, അതായത് മരിച്ചവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന മാന്ത്രികൻ. ഇതെന്താ ഡാക്കിനി അമ്മൂമ്മയുടെ പരിപാടിയോ എന്ന് കരുതി ആദ്യം ഒന്ന് നിരാശനായെങ്കിലും പോയിന്റ്സ് കൂടുതൽ ഉള്ളതുകൊണ്ട് സിസ്റ്റം അത് അപ്ഗ്രേഡ് ചെയ്ത് ഷാഡോ മൊണാർക്കാക്കി മാറ്റി. മരിച്ചു കിടക്കുന്ന ശത്രുക്കളുടെ നിഴലുകളെ തന്റെ പടയാളികളാക്കാൻ അവന് കഴിയും. അവിടെ നടന്നത് ശരിക്കും ഹിസ്റ്ററിയാണ്. ജിൻവു മരിച്ചു കിടന്ന ഇഗ്രീസിനെയും മറ്റുള്ളവരെയും നോക്കി ആ ഡയലോഗ് പറഞ്ഞു. അതോടെ ഇഗ്രീസ് ഉൾപ്പെടെയുള്ള പടയാളികൾ കറുപ്പും നീലയും കലർന്ന നിഴലുകളായി എഴുന്നേറ്റ് വന്നു. സോളോ ലെവലിംഗിലെ ഏറ്റവും ഐക്കോണിക്കായ സീനാണിത്. സീസൺ 1 ഏറ്റവും വലിയ ആർമിയെയും സ്വന്തമാക്കി തികഞ്ഞ ഒരു രാജാവായി ജിൻവു അവിടെ നിന്നും ഇറങ്ങി വരുന്നിടത്ത് ആ എപ്പിസോഡ് തീരുകയാണ്. വെറും ഒരു ഇ റാങ്ക് ഹണ്ടറിൽ നിന്നും ഒറ്റയ്ക്ക് ഒരു വലിയ ആർമിയെ ഉണ്ടാക്കാൻ കഴിവുള്ള ഷാഡോ മൊണാർക്കായി ജിൻവു മാറി. ഇനി ഇവനെ തൊടാൻ ആര് വരും? ആ എസ് റാങ്ക് ഹണ്ടറൊക്കെ വന്നാൽ പൊടി പോലും ബാക്കി കാണില്ല. എന്തായാലും ഇന്നത്തെ ഈ റീക്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫേവററ്റ് സീൻ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കിടിലൻ ആനിമെ അപ്ഡേറ്റുകൾക്കും റീക്യാപ്പുകൾക്കുമായി നമ്മുടെ മാങ്ക മുട്ടായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അടിച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ആനിമെ സ്റ്റോറിയുമായി കാണുന്നത് വരെ സീ യു സൂൺ.